ഇന്ന് പരിശുദ്ധ നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ദൈവ മാതാവിൻ്റെ ശൂനോയോ പെരുന്നാള് നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മീകർ ആയ വ്യക്തികൾ ആരാണ് ആത്മീകർ? പലപ്പോഴും നമുക്ക് അതേക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. ആത്മീകർ എന്ന് പറഞ്ഞാൽ ആരാണ് ആത്മീകർ? മെറ്റീരിയലിസ്റ്റുകൾ, സ്പിരിച്വലിസ്റ്റുകൾ. മെറ്റീരിയൽ വേൾഡ് ഭൗതിക ലോകമാണ് നമ്മൾ ഈ കാണുന്ന ലോകം. ഈ കാണുന്ന അല്ലെങ്കിൽ ദൃശ്യമായ ഈ ലോകത്തെ മാത്രം പരിഗണിക്കുന്ന, ഈ ദൃശ്യമായ ലോകത്തിൻ്റെ കാഴ്ചകളെ, കേൾവികളെ അടിസ്ഥാനപ്പെടുത്തി ജീവിതവും തത്വശാസ്ത്രവും ആദർശവും രൂപീകരിക്കുന്നവർ ഭൗതികവാദികളാണ്. എന്നാൽ ഈ കാണുന്ന ലോകത്തിന്റെ അപ്പുറത്ത് ഒരു കാണാത്ത ലോകം ഉണ്ട് എന്നുള്ള ധാരണയിൽ ജീവിതത്തെ രൂപീകരിക്കുന്നവർ, അവരെയാണ് ആത്മീകർ എന്ന് വിളിക്കുന്നത്. ഞാനൊരു ലളിതമായ അടിസ്ഥാനപരമായ നിർവചനമാണ് പറഞ്ഞത്. ഇപ്പം ഭൗതികമായി നമ്മൾ വ്യവഹരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വസ്തുക്കളെയും വ്യക്തികളെയും സംഗതികളെയും സംഭവങ്ങളെയും മാത്രം ആധാരമാക്കി ജീവിതത്തിന്റെ ദർശനത്തെയും ആദർശത്തെയും കാഴ്ചപ്പാടുകളെയും തത്വശാസ്ത്രത്തെയും രൂപീകരിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഭൗതികവാദികളാണ്. ആത്മീയവാദികൾ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാള് ഈ നിത്യതയിൽ നിക്ഷേപം നടത്തുന്നതിനെ പറ്റി ചോദിച്ചു. ഒരു പകുതി തമാശയായിട്ടൊക്കെയാ ചോദിച്ചത്. അപ്പൊ എനിക്കാണ് ഈ ഉദാഹരണം പറയുന്ന അസുഖം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞു. അത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, മേരെ പ്യാർ ദേശവാസിയോ, നമ്മുടെ നരേന്ദ്രമോദിജി പണ്ട് നോട്ട് നിരോധിച്ചല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള പണം, കയ്യിലുള്ള സമ്പത്ത്, സമ്പാദ്യങ്ങൾ, സ്വത്തുക്കൾ, വസ്തുക്കൾ, ഇത് നിങ്ങൾക്ക് നിത്യതയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ടൈമാണ്. യൂസ്ഫുൾ കറൻസി ആക്കാം. നരേന്ദ്രമോദിജിയുടെ ആ അനൗൺസ്മെന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ 1000-ന്റെ നോട്ടോ 500-ന്റെ നോട്ടോ ഒക്കെ കയ്യിലിരുന്നവർക്ക് അത് ആ പ്രഖ്യാപനത്തിന് ശേഷവും ഉപയുക്തമാകുന്ന വിധത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. 100-ന്റെയോ 50-ന്റെയോ ഒക്കെ ആക്കി വെക്കുക, അല്ലെങ്കിൽ സ്വർണം മേടിച്ചു വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ അവർക്ക് അതേക്കുറിച്ചൊരു അറിവ് കിട്ടിയില്ല. അറിവ് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ആ പ്രസ്താവന വന്നപ്പോൾ ഇവരുടെ കയ്യിലുള്ള പണം എത്ര കോടി ഉണ്ടെങ്കിലും അത് യൂസ്ലെസ് ആയിപ്പോയി, ഉപയോഗശൂന്യമായിപ്പോയി. ഇത് ഒരു മനുഷ്യന്റെ മരണത്തെ കുറിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ, അഥവാ അനൗൺസ്മെന്റ് വരുന്നത് വരെ, ആ അനൗൺസ്മെന്റിന് ശേഷം അഥവാ അവന്റെ മരണത്തിന് ശേഷം അവന് ഉപയോഗിക്കാവുന്ന കറൻസി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൺവേർട്ട് ചെയ്യാനുള്ള ടൈമാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമുണ്ട്. ഒരിക്കൽ നിങ്ങൾ മരിക്കും, എന്നാന്നറിയത്തില്ല. പക്ഷെ ആ മരണം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര കോടി രൂപയുണ്ടെങ്കിലും അത് നിങ്ങളുടെ സഹായത്തിന് വരികയില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചില്ലി പൈസ പോലും ചെലവാക്കാൻ കഴിയുകയില്ല. എന്നാൽ മരണത്തിനപ്പുറത്തേക്ക്, അഥവാ ഈ
പ്രഖ്യാപനം വന്നതിന്റെ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ആഴ്ചയും അതിന്റെ പിറ്റേ മാസവും നിങ്ങളുടെ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ ആ പണം നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന്റെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്വർഗരാജ്യത്തിന്റെ ബാങ്കുകൾ ഈ രാജ്യത്തെ നിങ്ങളുടെ ചുറ്റുമുള്ള പാവങ്ങളാണ്. കാരണം ദരിദ്രനെ സഹായിക്കുന്നവൻ സൃഷ്ടാവിന് കടം കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ, നിങ്ങൾ ഈ പോസ്റ്ററൊക്കെ അടിച്ച് ഫേസ്ബുക്കിലൊക്കെ പടം കൊടുത്തൊക്കെ സഹായിക്കുന്നവർക്ക് അപ്പോൾ പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും കണക്കത്തില്ല. നിങ്ങൾ ആരും അറിയാതെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് അത് റിമൈൻഡ് ചെയ്യിക്കണ്ട, നിങ്ങൾക്ക് ദൈവം തമ്പുരാന്റെ ബാങ്കിൽ നിന്ന് അത് പിൻവലിക്കാൻ പറ്റും. ഇതാണ് കർത്താവിന്റെ പ്രോമിസ്. അപ്പൊ യു കനോട്ട് ക്യാരി മണി, ബട്ട് യു ക്യാൻ കൺവേർട്ട് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. സ്വർഗീയ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. യേശു കർത്താവ് പറഞ്ഞാണ്. യേശു കർത്താവ് പറഞ്ഞ എങ്ങനെയാണ്? 100 മടങ്ങ് ഓഫറാണേ. 1 മടങ്ങെന്ന് പറഞ്ഞാ എത്രയാ? 1 മടങ്ങെന്ന് പറയുന്നത് 100%. അതായത് 10,000 രൂപ ഇട്ടാൽ 10,000 രൂപ പലിശ കിട്ടിയാൽ 100% പലിശയാണ്. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 200% പലിശയാണ്. 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 300% പലിശയാണ്. അപ്പൊ യേശു 100 മടങ്ങ് പ്രതിഫലം എന്ന് പറയുമ്പോൾ 10,000% പലിശയാണ്. 10,000% പലിശ നിരക്ക് ഓഫർ ചെയ്ത ഒരു ബാങ്ക് യേശു കർത്താവ് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ എത്ര ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഈ പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ രക്ഷപ്പെടും, അതാണ് ഇതാണ് അങ്ങനെയൊക്കെ. അപ്പൊ ഈ പെന്തക്കോസ്തുകാര് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണോ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണോ? നിങ്ങൾ അതിന്റെ വ്യത്യാസം ഒന്ന് ചിന്തിക്കുക. ഒറ്റ കേൾവിയിൽ അതിന്റെ വ്യത്യാസം മനസ്സിലാകത്തില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണോ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണോ? ഓക്കെ, യേശു ക്രിസ്തുവിനെ വിശ്വാസമില്ല. ഉണ്ടോ? യേശു ക്രിസ്തുവിനെ വിശ്വാസം ഉണ്ടോ? യേശു ക്രിസ്തുവിന് ഒരു വിശ്വാസവും ഇല്ല. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഈ ദരിദ്രർക്ക് കൊടുത്താൽ അത് എനിക്കാണ് തരുന്നത്. അങ്ങേ ലോകത്ത് ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും അങ്ങേ ലോകത്തുള്ള ഒരേ ഒരാൾ യേശു എന്നാണ് ഇവന്മാര് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പരിചയമില്ലാത്ത ഒരു രാജ്യത്തോട്ട് പോവാ. ആ രാജ്യത്ത് നമുക്ക് ആരെയും പരിചയമില്ല, ഒറ്റ മലയാളി പോലും ഇല്ല. ഇപ്പൊ വിദേശ രാജ്യത്തൊക്കെ പോകുന്നവർക്ക് അറിയാം, ഒരു മലയാളി ഇപ്പൊ എല്ലായിടത്തും ഈ നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അറിയാം. പഴയ കാലത്ത് അങ്ങനെ ഒരു പരിചയമില്ലാത്ത രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ കഴുത്തൊക്കെ പൊക്കി തിരിച്ച് നോക്കുന്ന മലയാളി വല്ലതും കാണുന്നുണ്ടോ? അപ്പൊ നമ്മളൊരു പരിചയമില്ലാത്ത ഒരു രാജ്യത്തോട്ട് പോകേണ്ടി നിർബന്ധമായിട്ട് നമ്മൾക്ക് പോകണം. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ഒരു മലയാളിയുണ്ട്, കുറ്റിക്കാട്ട് രാജപ്പൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കുറ്റിക്കാട്ട് രാജപ്പന്റെ വീട്ടിൽ പോകുന്നു, അവന്റെ അപ്പനെ അമ്മയും കാണുന്നു. ഞാൻ പോകുന്ന സ്ഥലത്ത് മോനുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നതെന്നൊക്കെ പറയുന്നു. അപ്പൊ അവിടുന്ന് അവന്റെ അമ്മ ഉപ്പുമാങ്ങായിട്ട് വലിയ പറഞ്ഞു തന്നു, അതെല്ലാം നമ്മൾ ചുമന്നുകൊണ്ട് പോവാണ്. കാരണം അവിടെ ചെല്ലുമ്പം കുറ്റിക്കാട്ട് രാജപ്പന്റെ ഒരു പ്രീതി നമുക്ക് പിടിച്ച് പറ്റണം. പാവലോസുണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ കൊണ്ടുപോകും. ഇത് തലയെ വെച്ചോണ്ട് പോവാണ്. പെന്തക്കോസ്തുകാർ പറയുന്ന അനുസരിച്ച് ഈ അവന്മാർക്ക് ആകെ പരിചയമുള്ളത് അപ്പുറത്ത് യേശു കർത്താവ് മാത്രമേ ഉള്ളെന്നാ പറയുന്നത്, വേറെ ആരുമില്ല. യേശു ക്രിസ്തു പറഞ്ഞു, അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 10 രൂപ മേടിക്കണേ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ എളിയവർക്ക് ചെയ്യുന്നൊക്കെയും എനിക്കാണ് ചെയ്തത്. അപ്പോ അങ്ങേ ലോകത്തോട്ട് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകൾ ഇങ്ങേ ലോകത്ത് അങ്ങേ ലോകത്ത് ഉറപ്പായിട്ടുള്ള ആളുടെ ബന്ധുക്കളെ സഹായിക്കണ്ടേ? വേണ്ടേ? അത് തന്നെയല്ല, ഇവർക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്തതുപോലെയാണല്ലോ, എനിക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ തനിക്ക് തന്നെ ചെയ്തതായിട്ട് പരിഗണിക്കപ്പെടും എന്ന് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുമ്പോ ആ യേശുക്രിസ്തുവിനെ വിശ്വാസമുണ്ടെങ്കിൽ
ചെയ്യണ്ടേ? അപ്പൊ വിശ്വാസം പരിശോധിക്കപ്പെടണം. നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന പൊള്ളയായ അവകാശവാദമല്ല, വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവ് സ്നാനപ്പെടുക എന്നുള്ളതാണ്. പെന്തക്കോസ്തുകാരുടെ ഒരു ദയനീയ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. വെള്ളത്തിലിറങ്ങി മുങ്ങുക ചലഞ്ചാണ്. അപ്പൊ പരിശുദ്ധ മാമോദിസ എന്ന കൂദാശ പ്രാപിച്ച ക്രിസ്ത്യാനികളോട് വന്നിട്ടാണ് ഈ കൊല്ലക്കുടി സൂചിപ്പിക്കുന്ന പോലെ വന്നിട്ട് പറയാം, നിങ്ങൾ മുങ്ങിയതൊന്നും ശരിയായിട്ടില്ല, കാരണം നിങ്ങളുടെ ദേഹത്ത് ഒഴുക്കിയായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ നല്ലപോലെ മുക്കാം, അപ്പോൾ അത് ശരിയാവും. ഇതാണ് കർത്താവിന്റെ കൽപ്പന. കൽപ്പന അനുസരിച്ചോ? ഞാനൊക്കെ വളരെയധികം മാനസിക പീഡനം അനുഭവിച്ചിട്ടുള്ള ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആ ഒരു പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഉള്ള വലിയ ചോദ്യമാണ്, കൽപ്പന അനുസരിച്ചോ? അപ്പൊ നമ്മളെ മാനസികമായിട്ട് ഇവര് ബന്ധികളാക്കും. കൽപ്പന എന്ന് പറഞ്ഞാൽ ആകെ ഈ ഒരു കൽപ്പനയുള്ള ഏതാ? വെള്ളത്തിൽ ഇറങ്ങി മുഴുകി സ്നാനപ്പെടണം എന്ന ഒരു കൽപ്പനയേ ഉള്ളൂ എന്ന ഒരു പ്രതീതി ഇവര് വരുത്തിയിട്ട് നമ്മളെ മാനസികമായിട്ട് എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. കൽപ്പന അനുസരിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കൽപ്പന അനുസരിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ഈ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അത് തളിച്ചാ പോരെ. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ, ഫേസ്ബുക്കിലും വാട്സാപ്പിലും വാട്സാപ്പിലും ഒക്കെ വലിയ ഒരു പ്രചാരമായിട്ട് വന്നേ, ബാംഗ്ലൂര് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പെന്തക്കോസ്ത് സഭക്കാര് ബക്കറ്റിൽ വെള്ളം കോരി തലയിൽ ഒഴിക്കുക, സ്നാനം എന്ന പ്രഹസനം അവർ നടത്തുകയാണ്. അവരുടെ സ്നാനത്തിന് വാലിഡിറ്റി ഇല്ല. ഇനി ബക്കറ്റിലല്ല, അവര് വലിയ കുട്ടകത്ത് വെള്ളം എടുത്ത് മുക്കിയാലും ആ സ്നാനത്തിന് വാലിഡിറ്റി ഇല്ല. പെന്തക്കോസ്തുകാരുടെ ഒരു സ്നാനത്തിനും വാലിഡിറ്റി ഇല്ല. കാരണം ഇന്നലെ പെന്തക്കോസ്തുകാരുടെ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയി. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ മീറ്റിംഗ് ആണ്, പ്രാർത്ഥനയോ അല്ല, മീറ്റിംഗ് ആണ്. അപ്പൊ അവരെല്ലാം കൂടെ കൂടിയിരുന്ന സ്ഥലത്ത് അവരോട് സംസാരിക്കാൻ അവർ വിളിച്ചിട്ട് പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്നാനത്തിന് ഈ ബക്കറ്റ് കൊണ്ടൊന്നല്ല, നിങ്ങൾ എങ്ങനെ സ്നാനപ്പെടുത്തിയാലും വാലിഡിറ്റി ഇല്ല. അപ്പൊ അവര് ചോദിച്ചാൽ അതെന്താണ്? അപ്പൊ ഞാൻ ചോദിച്ചു, സ്നാനപ്പെടാത്ത ഒരാൾ സ്നാനപ്പെടുത്തുന്നത് ശരിയാണോ? അപ്പൊ അവരുടെ കൂടെ ഒരു ചന്ദ്രൻ പാസ്റ്റർ ഉണ്ട്. അപ്പൊ ചന്ദ്രൻ പാസ്റ്റർ പറഞ്ഞു, അതൊരിക്കലും ശരിയല്ല, കാരണം സ്നാനപ്പെടാത്ത ഒരാളെങ്ങനെയാണ് സ്നാനപ്പെടുത്തുന്നത്? ഞാൻ ചോദിച്ചു, അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളെ സ്നാനപ്പെടുത്തത് ആരാണ്? സ്നാനപ്പെട്ട ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്ററെ സ്നാനപ്പെടുത്തത് മറ്റൊരു സെൻട്രൽ പാസ്റ്ററാണ്. ഓക്കെ, അത് സമ്മതിച്ചു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 5 നിര നിങ്ങളുടെ സ്നാനം പുറകോട്ട് നീക്കിയാൽ 6ാമത്തെ നിരയിൽ നിൽക്കുന്ന ആളെ സ്നാനപ്പെടുത്താൻ ഭൂമിയിലെങ്ങും ആരുമില്ല. ആരാ സ്നാനപ്പെടുത്തിയേ? ആരാണ് സ്നാനപ്പെടുത്തിയത്? ഉത്തരവില്ല. അപ്പൊ അവര് കത്തോലിക്ക തിരുസഭയുടേതോ അല്ലെങ്കിൽ യാക്കോബായ സുറിയാനി സഭയുടേതോ മാമോദിസായെ ചൂണ്ടിക്കാണിക്കും. മനസ്സിലായോ? അപ്പൊ അതായത് പെന്തക്കോസ്തിന്റെ ഈ അവകാശവാദങ്ങൾ നിങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവര് ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇവർ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടാൻ പറ്റുന്നത് എങ്ങനെയാണ്? നിങ്ങളെ ആര് സ്നാനപ്പെടുത്തി എന്ന ചോദ്യത്തിന് അവസാനം ബബ്ബ വെച്ചിട്ട് അവസാനം അവർ പറയും, കത്തോലിക്ക പള്ളിയിൽ നിന്ന് മാമോദിസ ഏറ്റതാണല്ലോ. അതുകൊണ്ട് ആ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ കത്തോലിക്ക സഭയിലെ മാമോദിസ നിങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യാക്കോബായ സുറിയാനി സഭയിലെ മാമോദിസ നിങ്ങൾ ഏറ്റെന്ന് പറഞ്ഞാൽ, ആ സഭയ്ക്ക് ഒരു കാനോൻ നിയമമുണ്ട്. ആ സഭയുടെ കാനോൻ അനുസരിച്ചാണ് മാമോദിസ നടന്നിട്ടുള്ളതെങ്കിൽ പിന്നീട് ആ സഭയ്ക്ക് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് വേണ്ട നിൽക്കാൻ. ആ സഭയിൽ നിന്ന് ഒരു അൽമാനായ ഒരാൾ ഇറങ്ങിയിട്ട് ആ സഭയ്ക്കിതരമായിട്ട് വീണ്ടും മാമോദിസ നടത്തുമ്പം ആ മാമോദിസ എങ്ങനെ വാലിഡ് ആകും? അപ്പൊ ഉത്തരവില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് ബക്കറ്റിലെന്നല്ല, ഇവരെങ്ങനെ സ്നാനം നടത്തിയാലും ആ സ്നാനം വെറും പ്രഹസനം മാത്രമാണ്, അത് ഇൻവാലിഡ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ആത്മീകരും ഈ ലൗകികരും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ലൗകികർ എന്നുള്ള ഗണത്തിൽ പെടുന്നവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പെന്തക്കോസ്തൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചാണ്, ലൗകികരാണ് അവർ.
ലൗകികരാണ്, അവർ ആത്മീകരല്ല. കാരണം അവർ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ഇപ്പം മരണ അനന്തര ജീവിതത്തെക്കുറിച്ച് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു. മരണത്തിനപ്പുറത്ത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. യേശു കർത്താവ് മാത്രമല്ല, അവിടെ സ്വർഗീയ ദൂതന്മാരും വിശുദ്ധന്മാരുടെ വലിയ ഗണവും സഹദേന്മാരുടെ നിരകളും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അതാണ് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത്, പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഞാൻ അതാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മള് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ ഈ വിശുദ്ധന്മാരുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഈ സഹദേന്മാരുടെയും ഒക്കെ ഈ ഇന്റർസെഷൻ തേടുന്നത് നല്ലതാണ്. നമ്മൾ അവർ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനൊരു വളരെ സോളിഡ് റീസൺ ഉണ്ട്. ആ കാരണം കാരണം എന്താന്ന് ചോദിച്ചാ, ഈ യേശു കർത്താവ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു അല്ലെ? എന്തുമാത്രം പ്രാർത്ഥിച്ചു യേശു. അത്രയും പ്രാർത്ഥിച്ചിട്ട് അവസാനം എന്താ കിട്ടിയേ? ഒരു വീട് പോലും കിട്ടിയില്ല. നല്ലൊരു വീടോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ? നല്ല കാറോ ഒന്നും കിട്ടിയില്ല. വളരെ അല്ലെ, നമ്മൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ ആ പ്രാർത്ഥിച്ചതുകൊണ്ട് യേശുവിന് എന്ത് കിട്ടി? യേശുവിന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ കിട്ടിയത് വലിയൊരു മരക്കുരിശും 3 കാരിരും ബാണിയും 1 മുൾക്കിരീടവുമാണ് കിട്ടിയത്. അപ്പൊ ഇത്രയും കിട്ടിയുള്ളൂ കർത്താവിന്. കർത്താവിന് വേറെ ഒന്നും കിട്ടിയിട്ടൊന്നും. കർത്താവ് അനുഭവിച്ച കഷ്ടത. അപ്പൊ നിങ്ങൾ അവിടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ കാര്യമൊക്കെ ചെന്ന് കർത്താവ് ആ ഓഫീസിൽ വെച്ച് എനിക്ക് അങ്ങനെ ഭയങ്കര പീഡനമാണ് കർത്താവ്, ഈ ജോലി. കർത്താവ് ഇരുന്ന് ചിരിക്കത്തേ ഉള്ളൂ. ഞാൻ തമാശ പറയല്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ഇരുന്ന് വെച്ച് വലിയ കാര്യം, കാരണം കർത്താവ് അതിനേക്കാൾ വലിയ പീഡനമായിട്ടല്ലേ പോയത് ഈ ഭൂമിയിൽ ജീവിച്ച്. അപ്പൊ അതുകൊണ്ട് സ്വർഗീയ ഗവൺമെന്റിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സ്വർഗീയ ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ സഹായം തേടുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധന്മാരുടെയും മറ്റ് ശുദ്ധിമതികളുടെയും ഒക്കെ പ്രാർത്ഥന, അതിൽ നിങ്ങൾ അഭയപ്പെടുന്നത്. സഹദേന്മാർ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുക. അപ്പൊ അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതല്ല, ഈ സ്പിരിച്വൽ റലത്തെ പറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വിശ്വാസമില്ല. അപ്പൊ അപ്പുറത്ത് ആരാ ഉള്ളത്? അപ്പുറത്ത് യേശു. ആരുണ്ട്? യേശു മാത്രം. ഈ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, സ്വർഗത്തിൽ നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല, ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റാരെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തെയും ഭൂമിയെയും പറ്റി പറയുകയാണ്. അതിനൊരു പാട്ടുണ്ട്, നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ. ഈ മാർത്തോമക്കാരുടെ മറ്റേ പാട്ടാന്ന് തോന്നുന്നു. കാരണം അവർക്കും അപ്പുറത്ത് യേശു മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ, നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. നീയൊഴികെ ഇഹത്തിൽ വേറൊന്നിനെയും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഒറിജിനലി സങ്കീർത്തനത്തിൽ. അത് ചില ആളുകൾ ഇപ്പം പാട്ട് മാറ്റിയിട്ട് ആശ്രയിക്കാൻ പരനെന്നൊക്കെ ആക്കിയിട്ടുണ്ട്. സത്യത്തിൽ അത് ആഗ്രഹിക്കാന്നാണ് തിരുവഴുത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മൈ ഓൺലി ഡിസയർ വൈൽ ഐ ആം ഓൺ ദിസ് എർത്ത് ദാറ്റ് ഈസ് നൺ ബട്ട് യു. അപ്പൊ ഞാൻ നിന്നെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ലോക ജീവിതം വിട്ട് അപ്പുറത്തോട്ട് വന്നാൽ അവിടെ നീ മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം ഞാൻ ഈ ലോകം വിടണം, അത് ഉറപ്പാണ്.
ഈ ജീവിതം വിട്ട് ഞാൻ ആ ലോക ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ലോകത്തിൽ ആകെ ഉള്ളത് നീയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ഞാൻ ആകെ ആഗ്രഹിക്കുന്നത് നിന്നെയാണ്. കാരണം ഈ ലോകം ടെമ്പററി ആണ്. ആ ലോകത്തിലേക്ക് ഞാൻ വരുമ്പോൾ അവിടെയുള്ള ആകെ പരിചയമുള്ളത് നീ മാത്രമാണ്. ഇതാണ് ആ വാക്യത്തിന്റെ സാരം. അപ്പൊ ആ പാട്ട് ഇങ്ങനെ പാടും, പക്ഷെ അതിന്റെ അർത്ഥം പലപ്പോഴും ചിന്തിക്കത്തില്ല. അപ്പൊ ഈ ലോകത്തിൽ എന്റെ ആഗ്രഹം നിന്നോട് മാത്രമാണ് എന്ന് പറയുമ്പം അതിനകത്തെ കാപട്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ആ യേശുവിന്റെ പ്രതിരൂപങ്ങളാണ് നിങ്ങളുടെ ചുറ്റുമുള്ള സാധുക്കളായ മനുഷ്യർ, നിരാലംബരായ മനുഷ്യർ, നിരാശ്രയരായ മനുഷ്യർ, നിസ്സഹായരായ മനുഷ്യർ. അവരോട് നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ട്? യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കാൻ, യേശുവിനെ പോലെ അവരെ കാണാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെന്നായി. കർത്താവ് തന്നെ കാണാൻ വന്ന് നിക്കോദിമോസുമായിട്ട് പാതിരാത്രിയിലെ കാണാൻ ചെന്നേ അദ്ദേഹം. പാതിരാത്രി കാണാൻ ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ യേശു കർത്താവ് അവനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാതെ ആർക്കും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. അപ്പൊ നിക്കോദിമോസ് അവനോട് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? കാരണം വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് പിറക്കാൻ സാധിക്കുമോ? യേശു അവനോട് പറയാണ്, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ സ്വർഗത്തിലുള്ളതിന്റെ നിഴലാണ് ഭൂമിയിലുള്ളത്. സ്വർഗീയമായതിന്റെ നിഴലാണല്ലോ സമാഗമന കൂടാരം പണിത് വെച്ചത്. യാഗങ്ങൾ, കർമ്മങ്ങൾ, ഗുണീകരണ നിയമങ്ങൾ സകലതും സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായിട്ടാണ് പണിതിരിക്കുന്നത്. അപ്പം ഭൂമിയിൽ നീയൊരു വീണ്ടും ജനനത്തെ കുറിച്ചാണ് സംശയം ചോദിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും. കന്യക ഗർഭിണിയായി മകനെ പ്രസവിച്ചു. ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് വിശ്വസിക്കാതെയാണ് ഈ വാചകടി മുഴുവൻ. ഭയങ്കര വാചകമാണ്. അയ്യോ, പാട്ടും പ്രാർത്ഥനയും കേട്ട് കഴിഞ്ഞ് ഇപ്പം അവർ ചാടി സ്വർഗത്തിലോട്ട് പോവാൻ തോന്നും. അപ്പം അടിസ്ഥാന പാഠങ്ങളിൽ വിശ്വാസമില്ല. പ്രൈമറി ലെസൺ, കന്യക ഗർഭിണിയായി മകനെ പ്രസവിച്ചു. ആ കന്യക പ്രസവിച്ച ഈ മകൻ ഏതാണ്? ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കാറ്റിനെ തന്റെ തേരാക്കി സഞ്ചരിക്കുന്നവനും കടൽ തിരമാലകളുടെ ഗർവത്തെ മണൽത്തരികൾ കൊണ്ട് അടക്കി നിർത്തിയവനുമായവനെ കൈകളിലേന്തി താരാട്ടുപാട്ടി താലോലം ഉറക്കുന്ന ഈ പെൺകുട്ടിയെ നിനക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും സിമ്പിളാണ് അല്ലേ? അത്ര സിമ്പിളായിട്ടൊരു മാതാവിനെ നിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ആ മാതാവിനെ തിരിച്ചറിയാൻ പറ്റാത്ത നീ മഹാസത്യങ്ങളെ, വലിയ കാര്യങ്ങളെ ഗ്രഹിക്കുമെന്നാ പറയും. അപ്പൊ യേശു ചോദിക്കുകയാണ്, ഈ ഭൂമിയിലുള്ള കാര്യം പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലാകുന്നില്ല, നിനക്കിത് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നാ പറയും. പക്ഷെ നിനക്ക് സ്വർഗീയമായ കാര്യങ്ങളൊക്കെ അറിയുകയും വേണം. അപ്പൊ ഭൂമിയിലെ കാര്യങ്ങൾ സ്വർഗീയമായതിന്റെ നിഴലാണ്. പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കുക. പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വയം പരിശോധിക്കണം. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. എല്ലാവരും പരിശോധിക്കണം. നമ്മൾ പലപ്പോഴും പറയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താ വിശ്വസിക്കുന്നേ? പിന്നെ പരാതി ഒത്തിരി പേര് പറഞ്ഞു, എന്റെ മക്കളാരും വിശ്വസിക്കുന്നില്ല. കാരണം നീ വിശ്വസിക്കുന്നില്ല, നിന്റെ മക്കൾക്കറിയാം. കൂടെ കിടക്കുന്നതാണല്ലേ രാപ്പനി അറിയാവുന്നേ. പകല് പനിയില്ല ഇയാൾക്ക്. പകല് വളരെ മിടുക്കായി, രാത്രി മാത്രം പനിക്കുന്ന അസുഖം. ഇവന് രാപ്പനിയാണ്. കൂടെ കിടക്കുന്നവൻ അറിയാൻ രാപ്പനി.
കൂർക്കം വലിക്കുകയല്ലെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ പനിയുടെ കാര്യം പറഞ്ഞ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കൂർക്കം വലിക്കുകയല്ല. ഈ പുള്ളി പറഞ്ഞു, ഞാൻ കൂർക്കം വലിക്കത്തില്ല. നിങ്ങൾ കേട്ടോ, ഞാൻ വലിക്കുന്നില്ല. ഞാൻ വലിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഉണർന്നിരിക്കുമ്പോ കൂർക്കം വലിക്കത്തില്ലല്ലോ. പകല് നടക്കുന്നു, ജോലി ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലും കൂർക്കം വലിക്കും. അപ്പൊ കൂർക്കം വലിക്കുമ്പോ കൂടെ കിടക്കുന്നതൊക്കെ ഉറങ്ങുമ്പോഴല്ലേ. അപ്പൊ നമുക്ക് ആ പഴഞ്ചൊല്ലൊന്ന് മാറ്റാം. കൂടെ കിടക്കുന്നവനല്ലേ കൂർക്കം വലി അറിയാൻ പറ്റുള്ളൂ എന്നാക്കാം. ഇപ്പൊ ഈ രാപ്പനി എന്ന് പറയുന്ന കാര്യം ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അറിയത്തില്ല. പഴയ കാലത്ത് ഈ പല കാരണങ്ങളാൽ ഈ രാപ്പനിയൊക്കെ വരും. ഈ മലമ്പനിയുടെ സമയത്ത് അതുപോലെ വയറ്റ് വേരയൊക്കെ ഉള്ളവർക്ക് രാത്രി മാത്രം പനിക്കും. അത് പഴയ കാലത്തുണ്ടായ ഒരു ചൊല്ലാണ്. നമുക്കതിനെ ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ കൂടെ കിടന്നാലേ കൂർക്കം വലി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കൂടെ കിടക്കുന്നവർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവന് അറിയാൻ പറ്റൂ? അല്ലാത്തവന് ഇതെങ്ങനെ ഇത് അറിയുന്നു ഇവന് ഈ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്? അപ്പൊ ഈ മക്കൾക്കറിയാം, നിന്റെ മക്കൾക്കറിയാം, നീ വിശ്വസിക്കുന്നില്ല, ഇത് തട്ടിപ്പാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാറ്. അവരുടെ വിശ്വാസം അവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയിട്ട് നിന്നെ പോലെ ഒരു കപട പൊയ്മുഖം, ഒരു ഹിപ്പോക്രസി അവരിഷ്ടപ്പെടുന്നില്ല ഇന്നത്തെ ചെറുപ്പക്കാർ. അതുകൊണ്ടാണ് അനേകർ വിശ്വാസത്തെ ത്യജിച്ച് ചെറുപ്പക്കാര് പോകുന്നത്. കാരണം നിന്റെ വിശ്വാസം ലോജിക്കലല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് അവതരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കന്യക പരിശുദ്ധ അമ്മ, ആ പരിശുദ്ധ അമ്മയുടെ ശുനോയോയുടെ നോമ്പിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അമ്മയുടെ പ്രാർത്ഥന വളരെ വിലപിടിപ്പുള്ളതാണ്. അപ്പൊ നമ്മൾ സ്വർഗമണ്ഡലത്തെ കുറിച്ചുള്ള ഒരു ധാരണ, നമ്മളത് ഒരിക്കല് നമ്മൾ ലൈവില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സ്വർഗമണ്ഡലത്തെ കുറിച്ച് നമുക്ക് ഉള്ള ഒരറിവ് സ്വർഗീയ മാലാഖമാരുടെ ഗണങ്ങളിൽ ആണ് ഇത് ആരൂഢമായിരിക്കുന്നത്. സ്വർഗീയ മാലാഖമാരുടെ 9 ഗണങ്ങൾ ഉണ്ട്. അപ്പൊ ആ 9 ഗണം മാലാഖമാരെ പറ്റി നമ്മൾ ഒരിക്കൽ ചിന്തിച്ചാണ്. അതിൽ 3 ഗണം മാലാഖമാർ വീതം 3 ഗണങ്ങളായിട്ട്, അതായത് 3 നിരയുള്ള 3 ഗണങ്ങളായിട്ട് അങ്ങനെ 9 നിര മാലാഖമാർ നിൽക്കുകയാണ്. അപ്പൊ അതിൽ നമ്മളോട് നിരന്തരമായിട്ട് ഇടപെടുന്ന സാധാരണ ദൂതന്മാർ അല്ലെങ്കിൽ സാധാരണ മലാഖമാർ കോടാനുകോടിയായിട്ട്. അപ്പൊ ദൈവത്തിന്റെ രഥങ്ങൾ കോടിയാകുന്നു, അവന്റെ സൈന്യം കോടിയാകുന്നു. അപ്പൊ ആ കോടാനുകോടിയുള്ള സ്വർഗീയ ദൂതന്മാർ ഓരോ സ്ഥലവും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ സ്വർഗീയ ദൂതന്മാരുടെ വലിയൊരു ഗണമുണ്ട്. ആ സ്വർഗീയ ദൂതന്മാരുടെ ഗണത്തിന് മുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ എന്നിങ്ങനെ വിവിധ നിരകളിൽ മലാഖമാരുണ്ട്. ആ മലാഖമാരുടെ നിര മുകളിലോട്ട് ചെല്ലും തോറും ഓരോ നിരയിലുള്ള മാലാഖമാരുടെ എണ്ണം കുറഞ്ഞു വരും. അതിന് സീനിയർ ലെവലിലെ ഹയർ റാങ്ക് ഏഞ്ചൽസിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ ഏഞ്ചലിക് റാങ്ക് കയറി പോകുമ്പോൾ പിന്നെ ഏറ്റവും മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന 24 പേർ മാത്രമുള്ള ഒരു ഗണമാണ്. അത് ഹെവൻലി സാൻഹെദ്രിൻ എന്നാണ് കാണുന്നത്. ആ ഹെവൻലി സാൻഹെദ്രിൻ വൃത്താകൃതിയിൽ അവർ നിൽക്കുന്നു. അത് ആണ് 24 മൂപ്പന്മാർ എന്ന പേരിൽ നമ്മൾ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കാണും. അപ്പൊ ഹെവൻലി സാൻഹെദ്രിന്റെ അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ്. ഐറീൻ കദീശോ അവിടെ ചെല്ലുമ്പോൾ അതിന് താഴെയുള്ള നിരകളിൽപ്പെട്ട മലാഖമാരാണ്, അവരാണ് സ്വർഗീയ ഗവൺമെന്റ്. അപ്പൊ സ്വർഗീയ ഗവൺമെന്റ് ആണ് ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, ഉദാഹരണത്തിന് ആകാശത്തിലെ 4 കാറ്റിനെ പിടിച്ചുകൊണ്ട് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. സൂര്യനിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ മഴയെ, കാറ്റിനെ, തണുപ്പിനെ, ചൂടിനെ, സകലത്തിനെയും നിയന്ത്രിക്കുകയാണ് ഒരു ഗവൺമെന്റ്, ഹെവൻലി ഗവൺമെന്റ്. ശക്തമായ ഒരു ഗവൺമെന്റ്. അല്ലാതെ ഇവിടുന്ന് പോയി കഴിയുമ്പം 24 മൂപ്പന്മാരുടെ ഗണങ്ങൾക്കകത്താണ് പിന്നെ 7 പ്രധാന മാലാഖമാർ, അല്ലെങ്കിൽ 7 ആത്മാക്കൾ, അല്ലെങ്കിൽ 7 ഇടിമുഴക്കങ്ങൾ എന്നൊക്കെയുള്ള പേരിലുള്ള അവരെയൊക്കെ നമുക്കറിയാം. ഗബ്രിയേൽ, മിഖായേൽ, ഊറിയേൽ, റഗുവേൽ, റഫായേൽ എന്നൊക്കെ പറഞ്ഞുള്ള 7 പേര്. അപ്പൊ 7 മാലാഖമാർ, 7 പേരാണ്. അവരാണ് പ്രധാന മാലാഖമാർ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഹെവൻലി ഗവൺമെന്റ് എത്ര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഹെവൻലി ഗവൺമെന്റിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് മിസ്റ്റിക്കൽ കിട്ടുന്ന റെവലേഷനിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയത്. ആ റെവലേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പല ആളുകൾക്ക് കിട്ടുന്ന റെവലേഷൻ ഒരുപോലെ സിമിലർ ആയിട്ടുള്ള റെവലേഷൻസ് ആണ്. അപ്പൊ സാധാരണ മാലാഖമാരുടെ വലിയ ഗണമുണ്ട്. ആ സാധാരണ മാലാഖമാരുടെ ഗണത്തിന് തൊട്ട് മുകളിലുള്ള റാങ്കുകളാണ് ഞാൻ പറഞ്ഞത്. ആ റാങ്കുകളുള്ളവർക്ക്
അതിനേക്കാൾ കൂടിയ പവറുകൾ, അധികാരങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ, ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, ന്യായം വിധിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നൊക്കെ ഈ ഓരോ മേഖലകളിലാണ്. അപ്പൊ എല്ലാ പ്രശ്നവും ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സാധാരണ മാലാഖമാര് തന്നെ അങ്ങ് പരിഹരിക്കുക. മനസ്സിലായോ? ഇപ്പൊ ഒരു വണ്ടി വന്ന് വേറൊരാൾക്കിട്ട് മുട്ടി, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരഞ്ഞു, അവർ തമ്മിൽ തർക്കമായി. അപ്പൊ ഒരു പോലീസ് കോൺസ്റ്റബിൾ അതുവഴി വരികയാണ്. അപ്പൊ സാറ് വന്നല്ലോ. അപ്പൊ അവിടെ നിന്നല്ല, എന്നാ പിന്നെ സാറ് പറ. ആ സാറ് നോക്കി വെച്ച് തട്ടി, ഒരു 500 രൂപ കൊടുക്കുക. ഇവനൊരു 500 രൂപ കൊടുത്തു സൈക്കിളുകാരനും കുഴപ്പമില്ല, കാരണം പോലീസുകാരൻ അവൻ 500 മേടിച്ചുകൊണ്ട് പോയി പ്രശ്നം പരിഹരിച്ചു. പക്ഷെ പരിക്കിച്ചിനങ്ങൾ കൂടുതലാണെങ്കിൽ പോലീസുകാരനെ കൊണ്ട് പറ്റത്തില്ല, അത് കേസാക്കണം, SI വരേണ്ടി വരും. അങ്ങനെ വീണ്ടും അതിനേക്കാൾ വലിയൊരു കലാപമൊക്കെ ആണെങ്കിൽ അവരങ്ങനെ നിൽക്കത്തില്ല, കൂടുതൽ ആളുകളാണെങ്കിൽ. അപ്പൊ ചിലപ്പോൾ SP ലെവലിൽ വരേണ്ടി വരും, ക്യാമ്പിൽ നിന്ന് പോലീസ് വരേണ്ടി വരും. വിഷയങ്ങൾ കൂടുന്തോറും ഹയർ റാങ്കിലേക്ക് പോകും. പക്ഷെ എത്ര ഹയർ റാങ്കിൽ, അപ്പൊ എത്ര വലിയ കലുഷിതമായ പ്രശ്നങ്ങളാണെങ്കിലും ഈ മുകളിലോട്ട് പോകും തോറും മാലാഖമാരുടെ അല്ലെങ്കിൽ സ്വർഗീയ സൈന്യങ്ങളുടെ ഹയർ റാങ്കിലേക്ക് പോയി പക്ഷെ ഒരു സിംഗിൾ കേസ് പോലും ഐറീൻ കാദീശോയ്ക്ക് അപ്പുറത്ത് പോകത്തില്ല. അഥവാ ഹെവൻലി സാൻഹദ്രീനിലേക്ക് എത്തുമ്പോൾ എല്ലാം തീർന്നു. അതായത് ഹെവൻലി 24 മൂപ്പന്മാർ അവിടെ ഇരിപ്പുണ്ട്. ആ മൂപ്പന്മാരുടെ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു വിഷയവും പോകത്തില്ല. അത്ര സുശക്തമായ ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ, പിന്നീട് അങ്ങോട്ട് കിടക്കുന്ന ഓരോ മണ്ഡലങ്ങളും സ്വച്ഛ സ്ഫടിക സമാനമായി നിശ്ചല ശാന്തതയാണ്. അപ്പൊ പ്രശാന്തത അതിന്റെ അത്യുച്ചകോടിയിൽ. മനസ്സിലായോ? ഇപ്പൊ സെറിനിറ്റി ഇൻ ഇറ്റ്സ് ഹയസ്റ്റ് മോഡിലാണ്. അത്ര പ്രശാന്തതയാണ്, കാരണം ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അപ്പൊ ദൈവം വസിക്കുന്നിടത്ത് യാതൊരു അലോസരവുമില്ല. അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഈ പെന്തക്കോസ്തുകാര് പറയുന്നത് പോലെ ഇവിടെ കർത്താവ് ഗ്രേസിമോൾക്ക്, അന്നേരത്തേനും കർത്താവ് ഗ്രേസിക്ക്, അന്നേരത്തേനും അപ്പുറത്തേന് വേറൊരു കർത്താവ് മത്തായിച്ചന്റെ കാര്യം മത്തായിച്ചൻ, അന്നേരത്തേനും അപ്പുറത്തെ സഭയിൽ നിന്ന് സായിപ്പിരുന്ന് പറയുന്നു. ഇതൊന്നും കർത്താവ് ശ്രദ്ധിക്കുന്നു. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല പ്രിയപ്പെട്ട പെന്തക്കോസ്തുകാരെ. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തു ഈ കാര്യം, കാരണം കർത്താവ് എവിടെയാണെന്നറിയാവോ? ഈ ഐറീൻ കാദീശിനും അകത്തുള്ള ഇന്നർ സർക്കിളിലേക്ക് പോയി കഴിഞ്ഞു. ഐറീൻ കാദീശിനും അപ്പുറത്താണ് നിൽക്കുന്നത്. പിന്നെ 7 പ്രധാന മാലാഖമാർ നിൽക്കുന്നു. പിന്നെ ആ 7 പേരുടെ ഗണത്തിന്റെ അകത്താണ് 4 ജീവികൾ. അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ദൈവസിംഹാസനത്തിൽ. ആ 4 ജീവികളുടെയും ഇന്നർ സർക്കിളിലാണ് 2 സെറാഫുകൾ വർഷിപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ചിറകുകൾ കൊണ്ട് ദൈവസിംഹാസനത്തെ കവർ ചെയ്ത് നിൽക്കും. ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമിയിലെ എല്ലാ ബിസിനസ്സുകളും എവിടം കൊണ്ട് അവസാനിക്കുകയാണ്? ഐറീൻ കാദീശ് കൊണ്ട് അവസാനിക്കും. അതിനപ്പുറത്തേക്ക് അത് പോകേണ്ട ആവശ്യമില്ല. കാരണം അതിനകം അവർ പരിഹരിച്ച് തിരിച്ചയക്കും. കാരണം ഗവൺമെന്റ് ഓഫ് ഗോഡാണ്. എന്നാൽ ഈ 24 മൂപ്പന്മാരുടെ ആ സർക്കിളിന്റെയും അകത്തെ സർക്കിളിൽ നിൽക്കുന്ന മാലാഖ ഗണം, പ്രധാന മാലാഖമാരിൽ പ്രമുഖനായ ഗബ്രിയേൽ മാലാഖ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുമ്പിൽ വന്നെന്ന് പറയാണ്, ഹെയിൽ മേരി, സല്യൂട്ട് ചെയ്യാണ്. ഹെയിൽ മേരി, രാജമാതാവേ വണക്കം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അങ്ങ് ഇന്നർ സർക്കിളിൽ നിന്ന് ഒരാള് വരുമ്പം ആ ആള് ഈ പരിശുദ്ധ കന്യകാമറിയത്തിന് മുമ്പിൽ നിന്ന് രാജമാതാവിനെ വണങ്ങുന്ന സെയിം വാക്കാണ് ഹെയിൽ മേരി. ഹെയിൽ സീസർ എന്ന് പറഞ്ഞാൽ സീസർ വിജയിക്കട്ടെ. അപ്പൊ രാജാക്കന്മാരെ സല്യൂട്ട് ചെയ്യുന്ന സെയിം സല്യൂട്ടേഷനോടെയാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ഈ മാലാഖ സല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കന്യകാമറിയത്തിന്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഈ ഭൂമിയിലുള്ള കാര്യം പറഞ്ഞിട്ട് പൊട്ടാ നിനക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ നിന്നോട് സ്വർഗത്തിലെ കാര്യമൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞല്ലേ, യേശു നിക്കോദിമോസിനോട് പറയുകയാണ്. ഇപ്പൊ കന്യകാമറിയം ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാണ് പറഞ്ഞത്, അവള് ലോകരിലേറ്റം മറിയാമെപ്പോൾ താണിട്ടുള്ളൂ. സെറൂഗിലെ യാക്കോബ് എഴുതുകയാണ്, അവളോടു തുല്യം ഉന്നത പദവിയും
ആരാർജിച്ചു. ഇത്രയും ഉന്നതമായ പദ്ധതി, ഇത്രയും താഴ്ത്തപ്പെട്ട ലോകത്തിൽ ആരുമില്ല. പക്ഷേ ഇത്രയും ഉയർത്തപ്പെട്ട ഒരു സ്ത്രീയുമില്ല. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം പറയുകയാണ്, കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നമ്മള് ഇന്ന് രാവിലെ ഞാനത് പറഞ്ഞു. കാരണം ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ ആ വലിയൊരു പ്രവചനം കാണുന്നുണ്ട്. കന്യകമാർ വാഴ്ത്തും. കന്യകമാർ ഒരുപോലെ വാഴ്ത്തുകയാണ്. നീ സ്ത്രീകളിൽ ഭാഗ്യവതിയാണ്, നീ ഭാഗ്യവതിയാണ്, നീ ഭാഗ്യവതിയാണ് എന്നുള്ള ആ പ്രവചനം നമ്മൾ അവിടെ ആ ഉത്തമഗീതത്തിൽ പോലും നമ്മൾ കാണുകയാണ്. കാരണം സ്ത്രീകളിൽ നീ ഭാഗ്യവതിയാണ്. അപ്പൊ അവിടെ പറയാണ്, കന്യകമാർ നിന്നെ വാഴ്ത്തും. ആരാണ് ഈ കന്യകമാർ? വഷളായി പോകാത്ത വിശ്വാസമുള്ള, അതായത് അൺഅഡൾട്ടേർഡ് ഫെയ്ത്ത് ആണ്. വഷളായി പോകാത്ത വിശ്വാസം ഉള്ള ആ വിശ്വാസമുള്ളവർ എന്ത് ചെയ്യും? ഭാഗ്യവതി എന്ന് ഒരു സ്ത്രീയെ വാഴ്ത്തും എന്നാണ് നമ്മൾ കാണുന്നത്. ഭാഗ്യവതി എന്ന് നിന്നെ വാഴ്ത്തും. വഷളായി പോയിട്ടുള്ള വിശ്വാസമുള്ളവർ അവര് വാഴ്ത്തുകയല്ല. അപ്പൊ ഇതുകൊണ്ടാണ് ആരുടെ വിശ്വാസമാണ്? അപ്പൊ കന്യകാ സമാനമായ വിശ്വാസം, പരിശുദ്ധ കന്യകാമറിയത്തെ, ഹോളി തിയോട്ടോക്കോസിനെ അംഗീകരിക്കുന്ന, വാഴ്ത്തുന്ന, ഇതു മുതൽ സകല തലമുറകളും ഭാഗ്യവതി എന്ന് തന്നെ വാഴ്ത്തും എന്നാ പറയുന്നത്. അപ്പൊ ആ വാഴ്ത്തുന്ന വിശ്വാസം, അല്ലെങ്കിൽ കന്യകാമറിയമുള്ള ആ വിശ്വാസ സംഹിത ഏതാണോ ആ വിശ്വാസമാണ് വിശുദ്ധമായ വിശ്വാസം, അഥവാ വഷളായി പോകാത്ത വിശ്വാസം. ബാക്കി വിശ്വാസങ്ങള് വഷളായി പോയി. ഇതാണ് നമ്മൾ ഈ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കാണുന്നത്. ഞാൻ ഇന്നലെ അത് വായിച്ച ആ വാക്യം ഇന്നലെ ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം അധ്യായത്തിലാണ് ആ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ അത് നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ വഷളാക്കപ്പെടാത്തവർ. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ വഷളാക്കപ്പെടാത്തവർ. അപ്പൊ കന്യകമാരെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കന്യകമാരെ? കന്യകമാർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ കൂടെ പോകാത്ത, പുരുഷന്റെ കൂടെ പോയി വഷളാകാത്തവരെയാണ് കന്യക എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ പറയാണ്, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. അപ്പൊ ആരാണ് ഈ സ്ത്രീ? സ്ത്രീ ആരാണ്? ഒരു സ്ത്രീ. ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം ഒരു സ്ത്രീ 3 പറ മാവിൽ അസാരം പുളിപ്പിനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. ആ സ്ത്രീ പുളിപ്പിച്ച് കളയുകയാണ്, ഉപദേശത്തെ പുളിപ്പിക്കുകയാണ്, വഷളാക്കി കളയുകയാണ്, റെപ്രസെന്റ് ചെയ്യുന്നത് വഷളായി പോയതിനെയാണ്. അന്നാളില് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ചിട്ട്, 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ചിട്ട് ആ പുരുഷനോട് പറയും. എന്താണ് ആ പുരുഷനോട് ആ സ്ത്രീകൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ സ്വയമായിട്ട് ജീവിച്ചോളാം, ഞങ്ങൾ സ്വയമായിട്ട് ജീവിച്ചോളാം, പക്ഷേ നിന്റെ പേര് ഞങ്ങൾക്ക് തരണം. യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രവചനമാണ്. ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിച്ചോളാം, നീ ഇപ്പൊ ഞങ്ങൾക്ക് പൈസ തരാന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് ജീവിച്ചോളാം.
ഒരു പ്രവചനം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ വാക്യം ഞാൻ ഇടാം. അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം, നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന നീക്കിക്കളയണമേ എന്ന് പറയും. ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കാം. ഏഴ് സ്ത്രീകൾ, 7 ഒരു പൂർണ്ണതയെ കാണിക്കുന്നു. അത് ഈ ലോകത്തിലെ സഭകളുടെ ചിത്രമാണ്. സഭകൾ എന്ന് ഞാൻ പറയുമ്പോൾ സ്ത്രീകളാണ്. ഇപ്പൊ സ്ത്രീകളായ സഭകളുണ്ട്. സ്ത്രീകളായ സഭകളുടെ പ്രത്യേകത, ആ സ്ത്രീ പറയും, ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിച്ചോളാം, നിന്റെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, നീ ഞങ്ങൾക്കൊന്നും തരണ്ട, ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. സ്വന്തം വസ്ത്രം ഞങ്ങൾ ധരിക്കാം. സാധാരണ ഭർത്താക്കന്മാര് സ്ത്രീകൾക്ക് കല്യാണം കഴിക്കുമ്പോൾ പുടവ കൊടുക്കാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പിന്നെ വസ്ത്രമൊക്കെ മേടിച്ചു കൊടുക്കും. ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ പണി എളുപ്പമായി. പിന്നെ ഒരു സംഗതി നീ ഞങ്ങൾക്ക് തരണം. അയ്യോ, അതെന്താ? നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ, നിന്റെ പേർ മാത്രം. കാരണം ഈ പേര് ഞങ്ങൾക്ക് തരണം. കാരണം ഞങ്ങൾക്ക് എതിരെയൊക്കെ പോയി പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പള്ളിക്കൂടത്തിൽ ചേർക്കാൻ ചെല്ലുമ്പം പേരിടണ്ട, അതിന് നിന്റെ പേര് ഞങ്ങൾക്ക് തരണം. ദ നെയിം ഓഫ് ജീസസ്, ഗ്ലോറി, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമം ഞങ്ങൾക്ക് വേണം, ബാക്കിയൊന്നും വേണ്ട. കന്യാകാമറിയത്തെ വേണ്ട, ഹോളി ട്രഡീഷൻസ് വേണ്ട, ഹോളി സാക്രമെന്റ്സ് വേണ്ട, കൈവപ്പ് വേണ്ട, ഒന്നും വേണ്ട. വിശുദ്ധ പാരമ്പര്യങ്ങൾ, കൈവപ്പ്, വിശുദ്ധ കൂദാശകൾ, അപ്പോസ്തോലിക പൈതൃകം, ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ റെഡിമെയ്ഡ്, ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്വന്തം വക കൊണ്ടാണ് ഞങ്ങൾ അഹോവൃത്തി കഴിക്കുന്നത്. ഞങ്ങൾ സ്വന്തം വസ്ത്രം ധരിക്കും. ഈ വസ്ത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വസ്ത്രം നീതിയുടെ വസ്ത്രമാണ്. സ്വന്തം വസ്ത്രം ധരിക്കാൻ വ്യവസ്ഥയില്ല നമുക്ക്. നമ്മൾ സ്വന്തം വസ്ത്രം ധരിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ എന്താണ്? ദൈവം നൽകുന്ന വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. അപ്പൊ ഒരു സഭ ദൈവത്താൽ ഉടുപ്പിക്കപ്പെട്ട സഭയായിരിക്കണം. ദൈവത്താൽ ഉടുപ്പിക്കപ്പെട്ട സഭയാണ്. അപ്പൊ അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ സഭകളോട് പറയുമ്പോൾ, ഈ ലവോദിക്കയിലെ സഭയോട് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോക്ക്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും. അപ്പൊ ഇതൊരു സ്ത്രീയാണ്. അപ്പൊ സ്വന്തം ഉടുപ്പിട്ടോളാന്ന് പറഞ്ഞു. നോ 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 നോ, ആ വസ്ത്രം ധരിച്ചാൽ നിന്റെ നഗ്നത വെളിവാകും. അപ്പൊ നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് നീ വെള്ള ഉടുപ്പ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇപ്പൊ സ്ത്രീയാകുന്ന സഭകളുണ്ട്. പക്ഷേ യഥാർത്ഥ സഭ സ്ത്രീ അല്ല, ആ സഭ കന്യകയാണ്. സ്ത്രീയല്ലത്, കന്യകയാണ്. അതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ പറയാം, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ കന്യകയായ സഭയുണ്ട്, അതുപോലെ സ്ത്രീയായ സഭയുണ്ട്. അപ്പൊ ഈ കന്യകമാർ എന്താ ചെയ്യുന്നത്? ഈ കന്യകമാർ ചെയ്യുന്നൊരു കാര്യം, കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നിങ്ങൾ നോക്കൂ, എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം, അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ, പ്രസവിച്ചവൾ കോമനിയുമാകുന്നു.
കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. ഭാഗ്യവതി അമ്മേ, നിന്റെ പെരുന്നാളിൽ. കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഭാഗ്യവതി എന്ന് വാഴ്ത്തപ്പെടുന്ന ആ വലിയ അത്യുന്നത പദവി. അപ്പൊ അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ആ പരിശുദ്ധ റൂഹായിൽ നിറഞ്ഞ് പറയാണ്, കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സകല തലമുറകളും വാഴ്ത്തുന്ന ആ വലിയ ഭാഗ്യ പദവിയിലേക്ക് പരിശുദ്ധ അമ്മ ഉയർത്തപ്പെട്ടു. അപ്പൊ നമ്മൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ആ വലിയ പദവിയിലേക്ക്, ആ താഴ്ചയെ കടാക്ഷിച്ചു. അതുകൊണ്ടാണ് സെറൂഗിലെ യാക്കോബ് എഴുതിയത്, ലോകരിലേറ്റം മറിയാമ്മയെ പോൽ ആരാണ് താന്നിട്ടുള്ളത്, പക്ഷെ അവളോട് തുല്യം ഉന്നത പദവി ആരാണ് ആർജിച്ചിരിക്കുന്നത്? അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അപ്പൊ കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നിങ്ങൾ കന്യകയാണോ അല്ലയോ എന്നുള്ളതിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. കന്യകയാണെങ്കിൽ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, കന്യക അല്ലെങ്കിൽ വാഴ്ത്തുകയില്ല. അപ്പൊ കന്യകയാണോ? കന്യകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കന്യകയായ ഒരു സഭയിലെ അംഗമാണോ അല്ലയോ എന്ന് പരിശോധിക്കാം. അതിനുള്ള സമയമാണ്. പരിശുദ്ധ ശുനോയോ നോയമ്പിന്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുകയും ആ പ്രാർത്ഥനകളിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. من اذنو قابل تبكر صدينتي فكمن مربو بغتيمو ببغيت لكفوري شبهولي دكمو يتماكا شبهولي دغغو برنوشو شبهولي دفرك يدغوصو مرو شبهو شليهي فيوسو كارب لخودك بوكو نشلون صدقي خريوني مني تغيلدي فوقريكي لو دوروشي من كل قابين لنخاف الهيمونوزو وإذا كرستون بو شرورك مور كورون قبيلو نسبغرون ميلي يقدغبو نكهون كفني بصغيو صبرين دو روليتي